നല്ല ചൂടത്തെ ഈത്തപ്പഴം ഇപ്പൊ തണുപ്പല്ലേ. പ്രവേശിക്കുന്നത് ഈ പള്ളിയുടെ പരിസരത്തൊക്കെയായി 66,000-ഓളം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഉള്ളിൽ ഏകദേശം 20,000-ഓളം പറയുന്നത്. ഈ പരിസരം എല്ലാം കൂടി ഇപ്പോൾ ഇത് മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ സൗദി രാജാവിന്റെ നേതൃത്വത്തിൽ വിപുലീകരിച്ചതാണിത്. ഇവിടുത്തെ ഖത്തീബിനെയാണ് നമ്മൾ റിയാദ് എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ കണ്ടത്. സംസാരിച്ചില്ലേ അവിടുന്ന് സുലൈമാൻ റുഹൈലി, അദ്ദേഹമാണ് ഇവിടുത്തെ ഖത്തീബ്. ഓക്കെ, പിന്നെ ഇതിന് 4 സൈഡ് ഒരേപോലെയാണ്, അപ്പൊ ശ്രദ്ധിക്കണം, വഴി തെറ്റരുത്. 4 സൈഡ് നമ്പർ ഓർത്ത് വെക്കുക. 10-ാം നമ്പർ ഗേറ്റ്, 10-ാം നമ്പർ ഗേറ്റ്, 10-ാം നമ്പർ ഗേറ്റ് ഓർത്ത് വെക്കുക. مش عارفة تعالي ഞാൻ പരിച്ചിട്ടങ്ങോട്ട് ശ്വാസം അറിയില്ല. ജോലി നമ്മളെ തന്നെയാണ്. അറിയില്ലേ, 2 തിബിലുള്ള പള്ളി എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചകൻ ഇവിടെ വെച്ചുകൊണ്ട് ളുഹ്റ അസ്റ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയത്തിറങ്ങുന്നത് അതിനറ തഖല്ലുബ വജ്ഹിക എന്ന ആയത്തുണ്ട്. നിന്റെ മുഖം ഇളകി പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. അതിന് വലിയന്നക്ക ആയത്തുണ്ടല്ലോ, നീ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് ഞാൻ നിന്നെ തിരിക്കും, അഥവാ കഅബയിലേക്ക് തന്നെ നീ നിസ്കരിച്ചോ എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്ത് ഇറങ്ങുന്നത് നബി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി അതുവരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിന്ന റസൂൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുക എങ്ങോട്ട് തിരിഞ്ഞു? കഅബയുടെ നേരെ തിരിഞ്ഞു. അപ്പൊ സ്വാഭാവികം രണ്ട് ധ്രുവങ്ങളിലാണല്ലോ. റസൂൽ അങ്ങോട്ട് തിരിഞ്ഞപ്പോ ഖിബിലന്റെ നേരെ റസൂൽ ഏറ്റവും പിന്നിലായി, മാമൂമികളൊക്കെ മുമ്പിലായി. മനസ്സിലായില്ല? എന്നിട്ട് പ്രവാചകൻ മുന്നിലേക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ മുമ്പിലേക്ക് നടന്നു വന്ന് മുൻഭാഗത്ത് നിന്നു. അങ്ങനെയാണ് ഈ പള്ളിക്ക് മസ്ജിദ് ഖിബ്ലത്തൈൻ എന്ന പേര് വന്നത്. ഇത് ഇവിടെ മാത്രമല്ല നടന്നത്, ഇതിന് പല ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് മസ്ജിദ് ഖുബായിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. ഖുബായിലെ പള്ളിയിൽ ഫജ്ർ നിസ്കരിക്കുമ്പോഴാണ് ആളുകൾ ഈ വിവരം അറിയുന്നത്, നിസ്കരിച്ചോണ്ടിരിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക കഅബയിലേക്ക് തിരിയുന്നുണ്ട്. അതേപോലെ വേറെയും ചില പള്ളികളിൽ. പക്ഷെ അങ്ങനെ ഒരു പേര് വന്നത് ഈ പള്ളിക്ക് മാത്രമാണ്. എന്ത്? ഒരു നിസ്കാരത്തിൽ 2 ഖിബ്ലയുള്ള പള്ളി എന്ന പേര് വന്നത്. അതാണ് ഇപ്പൊ പറഞ്ഞതാണ് ഏറ്റവും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും സ്വീകാര്യമായ ചരിത്രം. രണ്ടാമതൊരു ചരിത്രം പറയുന്നത് നബി മസ്ജിദ് നബവിയിൽ നിന്നാണ് അങ്ങനെ നിസ്കരിച്ചത്. ആ നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരാൾ ഈ വൈക്ക് പോകുമ്പോൾ ഇവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, അവരോട് പറയുകയാണ് ചെയ്തത്. അപ്പൊ അവരെന്തെയ്തു? നിസ്കരിച്ചു കൊണ്ടിരിക്കുക കഅബയിലേക്ക് തിരിഞ്ഞു എന്നും പറയപ്പെടുന്ന ചരിത്രമുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞതാണ് കൂടുതൽ സ്വീകാര്യമായത്. രാജാക്കന്മാരൊന്നും കാട്ടി തന്നെ രാജകുടുംബത്തിന്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ.
മലൻ്റെ ഒരു ഉള്ളിലാണ് ഇവിടെ നിൽക്കുന്നത്. മലൻ്റെ ഉള്ളിലാണ് മറ്റേത് പിന്നെ വലിയ എടുക്കില്ല. അല്ല ചുറ്റളവിന് കുറച്ച് പരന്ന സ്ഥലമുണ്ട്. ഇതതില്ല ഇത് സ്വഭാവം വെച്ച് ഇതൊക്കെ മലൻ്റെ